ഇതാണ് ലെക്ചേർഡ് എൻട്രൻസ്. നമുക്ക് അതേക്ക് കണ്ണ രണ്ട് ചേച്ചി അവിടെ ഇരുന്നു. ടോവിനോ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ടോവിനോൻ്റെ അഭിനയം ഒരു രക്ഷയില്ല, വേറെ ലെവലാ. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. താന്ന് മുങ്ങി കളിക്കും. പിന്നെ തലോണയുണ്ട്. പിന്നെ എനിക്ക് തോന്നണം പുതപ്പാന്ന് തോന്നണം. തണുക്കുന്നുണ്ടെങ്കിൽ പുതപ്പാലേ പുതപ്പല്ലേ. അപ്പോൾ തണുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പുതച്ചുകൊണ്ടിരുന്ന് പടം കാണാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇതെൻ്റെ അനിയത്തി, എൻ്റെ സ്വന്തം അനിയത്തി. പേര് പറയടി? വൃന്ദ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ നട്ടുച്ച വെയിലത്ത് ഇനിയൊക്കെ എന്തായി കാണിക്കണമെന്ന്. സത്യത്തിൽ ഞങ്ങൾ പടം കാണാൻ വന്നേക്കനാണ്. പിന്നെ ടോവിനോൻ്റെ പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട്, നടികാറ്. അപ്പോൾ അത് നമ്മൾ സാധാ നോർമൽ കാണാൻ വേണ്ടി വന്നതല്ല. PVR ലെക്ചർ എന്ന് പറഞ്ഞ പുതിയ സംഭവം നമ്മുടെ കൊച്ചി ഫോറം മാളിൽ, എനിക്ക് നിൽക്കുന്ന ഫോറം മാളിലാണ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് അത് ഇവിടെയായിട്ട് വന്നേക്കുന്നത്. ഇതിനു മുമ്പ് PVR ഗോൾഡിലും സിനിപോളിസ് ഗോൾഡിലൊക്കെ നമുക്ക് കയറിയിട്ടുള്ളതാണ്, VIP. ഇതാദ്യമായിട്ടാണ് PVR ലെക്സിയിൽ ഫോറം മാളിൽ നമ്മൾ ഫിലിം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെക്സി അല്ലേ വെയിറ്റിംഗ്. സത്യത്തിൽ ഈ മാള് വന്നതിന് ശേഷം എനിക്കൊക്കെ ഭയങ്കര ഉപകാരം ഉണ്ടായത്. കാരണം ഇതിനു മുമ്പൊരു മാളിലേക്കൊക്കെ പോകണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ലുലു മാളിൽ പോകണം. ലുലു മാൾ ഭയങ്കര ഫാർ ഡിസ്റ്റൻസ് ആണ് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ. അവിടെ നിന്ന് വീട്ടിൽ നിന്ന് തന്നെ ഒരു ഓൾമോസ്റ്റ് 14 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ മാളിലേക്ക് എനിക്ക് തോന്നുന്നത് അതിൻ്റെ പകുതി ദൂരമേ ഉള്ളൂ. ഒരു 7 കിലോമീറ്റേഴ്സ് അടുത്തുണ്ടോ? 7 കിലോമീറ്റേഴ്സ് ഇല്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് വലിയ ഉപകാരം. അതും നല്ല പ്രീമിയം ആയിട്ടുള്ള സെഗ്മെൻറ്റിലൊരു മാളുമാണ്. എന്താണ് നല്ല നല്ല തിയേറ്റർ ഉണ്ട് ഇവിടെ തന്നെ. എത്രയോ എനിക്ക് ഐ തിങ്ക് 9 സ്ക്രീനോളം ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4ാമത്തെ പ്രാവശ്യം ഇവിടെ വരും. ഈ സെക്കൻഡ് ടൈം അല്ലേ? ഇതിനു മുമ്പ് ഞങ്ങൾ എക്സല് എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. നമ്മുടെ മറ്റേ ആവേശം കാണാൻ വേണ്ടി. ആവേശം എക്സലാണ് എക്സ്പീരിയൻസ് ചെയ്തത്, അടിപൊളിയായിരുന്നു. ഇതാണ് ലെക്ചേർഡ് എൻട്രൻസ്. നമുക്ക് അതേക്ക് നമുക്ക് കയറി കുറേ എൻട്രൻസ് അറ്റത്തറ്റത്ത് രസമാണ്. ഇതിലോ കണ്ണ രണ്ട് ചേച്ചി അവിടെ ഇരുന്നു. നീ ഇവിടെ ഇരുന്നു, ഇപ്പുറത്തിരുന്നു. നിങ്ങൾ സീറ്റിൽ തിരിക്കുവാണ്. ഓ സീറ്റ് എങ്ങനെയുണ്ട്? അടിപൊളി. യെസ് ഗൈസ്, അങ്ങനെ ഇൻട്രോയിലായിരിക്കുവാണ്. ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്, അങ്ങനെ ലാഗൊന്നും അടിപ്പിച്ചില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആവേശത്തിൻ്റെ അത്ര ഇല്ലെങ്കിലും നമ്മൾ ഫുള്ള് കണ്ടിട്ടില്ല. പടം ഫുള്ള് കണ്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം. ഫസ്റ്റ് ഹാഫ് ഒപ്പീനിയൻ ഓക്കെയാണ്. ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ട? അടിപൊളി ഇഷ്ടപ്പെട്ടു. ടോവിനോ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ടോവിനോൻ്റെ അഭിനയം ഒരു രക്ഷയില്ല, വേറെ ലെവലാ. പിന്നെ ഗൈസ്, ഞാൻ തിയേറ്റർ ടൂർ ചെയ്തില്ലായിരുന്നല്ലോ. തിയേറ്ററിൽ ഇത് കണ്ട കുറേ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കാണിച്ചു തരാം.
ഇത് അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹെഡ് അഡ്ജസ്റ്റ് ചെയ്യാം. മീൻസ് ഉണ്ടോ പൊങ്ങി താന്നും കളിക്കും. നമ്മുടെ കംഫർട്ടിനനുസരിച്ച് സെറ്റ് ചെയ്യാം. പിന്നെ ഇത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ മറ്റേ ഇവർ വരും, നമുക്ക് എന്തെങ്കിലും സ്നാക്സ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ കൊണ്ടുവരാൻ. പിന്നെ ഇത് നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. താന്ന് മുങ്ങിയും കളിക്കും. പിന്നെ തലോണയുണ്ട്. പിന്നെ എനിക്ക് തോന്നണം പുതപ്പാന്ന് തോന്നണം. തണുക്കുന്നുണ്ടെങ്കിൽ പുതപ്പല്ലേ പുതപ്പല്ലേ. അപ്പോൾ തണുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പുതച്ചുകൊണ്ടിരുന്ന് പടം കാണാം. ഇതാണ് ഓവർവ്യൂ. ഞങ്ങൾ ഏറ്റവും ബാക്കിലോട്ടാണ് സീറ്റ് എടുത്തിരിക്കുന്നത്. ബാക്കിലെ ഏറ്റവും ഫാസ്റ്റത്തെ 2 സീറ്റ്. ഇവിടെ ഫോൺ കുത്തുവാണ്. അയ്യോ വീണേ, തട്ടി വീണേ. ഇതാണ്. എങ്ങനെയുണ്ട് ഗൈസ്? എങ്ങനെയുണ്ട് പടം? നല്ല പടം. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ ആവേശത്തിൻ്റെ അത്ര എത്തിയില്ല. എന്നാലും നമുക്ക് ഒട്ടും ലാഗില്ല. ചിരിക്കാൻ ഒരുപാട് എലമെന്റ് ഉണ്ട്. ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ ഈ തിയേറ്റർ പറയുകയാണെങ്കിൽ തന്നെ ശരിക്കും ഞാൻ അടിപൊളിയായി പോയിൽ വെച്ചിപ്പോൾ ലുലു ഗോൾഡാണെങ്കിലും കുറ്റം പറഞ്ഞല്ല, സിനിപോളിസിലാണെങ്കിലും വെലക്സെ നമ്മുടെ കൊച്ചിയിൽ ആദ്യമായിട്ട് വന്നേക്കണം. അതിലേറ്റവും നല്ല കിടിലൻ വൈബ് അല്ലേ, വൈബ് കിട്ടിയ ഒരു തിയേറ്റർ ആയിരുന്നു. ഇവിടെ ആദ്യമായിട്ടാണ് കയറുന്നത്. നിനക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? അപ്പം നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി 2024 തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു മുന്നോടി അല്ലേ, ഒരു ഭാഗം തന്നെ ഈ പടത്തിനും ആവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും അടിപൊളി ബെറ്റർ മൂവി ആയിരുന്നു. ശരി എക്സ്പീരിയൻസ്, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ, സിയാ.